കൂന്തൽ, ചില സ്ഥലത്ത് കണവ എന്ന് പറയും കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളൊന്ന് ഒരു റോസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു റോസ്റ്റ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും പിന്നെ പുട്ടിൻ്റെ കൂടെയും പിന്നെ സ്റ്റാർട്ടറായിട്ടും അപ്പിറ്റൈസറായിട്ടൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു ഡിഷാട്ടോ. ഇതിൻ്റെ വൃത്തിയാക്കുന്ന വീഡിയോ നമ്മൾ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അത് കാണിക്കുന്നില്ല. ജസ്റ്റ് കൂന്തൽ എങ്ങനെ റോസ്റ്റ് ചെയ്യുന്നതെന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. ഫ്രണ്ട്സ്, എൻ്റെ പേര് രഞ്ജിഷ മുരളി. എല്ലാവർക്കും സിമീസ് നാടൻ കിച്ചണിലേക്ക് സ്വാഗതം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം 6 വെളുത്തുള്ളി ചതച്ചത്, 1/2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചതച്ചത്, ഒരു വലിയ സവാള കുഞ്ഞതായിട്ട് അരിഞ്ഞത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില. ഇത് നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. ഇതേപോലെ കേട്ടോ, ഒരു എന്താ പറയുക, ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി തൊലി കളഞ്ഞിട്ട് കുഞ്ഞതായിട്ട് അരിഞ്ഞത്, ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. അപ്പോൾ തക്കാളി നല്ല പെട്ടെന്ന് വഴന്നു വരും. ഉപ്പും കൂടി ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റാം. അതിനുശേഷം ഇങ്ങനെ അടച്ചു വെക്കുമ്പോഴത്തേക്ക് തക്കാളി നല്ല പെട്ടെന്ന് തന്നെ ഒന്ന് വെന്ത് ഉടഞ്ഞു കിട്ടും. തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ ഇങ്ങനെ ഒന്ന് നല്ലപോലെ ഉടച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ സവാളയ്ക്കകത്തല്ലേ ഉണ്ടാക്കുന്നത്. സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളിയാണ് ചേർത്ത് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആട്ടോ. ഇത് എല്ലാം നന്നായിട്ടൊന്ന് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊക്കെ പൊടികൾ ഇറക്കാം. പൊടികൾ ഇറക്കുമ്പോൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെക്കാം കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഇത്രയും ചേർത്തിട്ട് ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റാം കേട്ടോ. ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയെ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ എരിവ് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി അധികം ചേർക്കാം കേട്ടോ. പിന്നെ അതുപോലെ ഗരം മസാല പൊടിച്ച് വെച്ചിരിക്കുന്നതിലും ഞാൻ കുരുമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സെപ്പറേറ്റ് കുരുമുളക് പൊടി ചേർക്കുന്നില്ല. ഇവിടെ എരിവ് കുറവായതുകൊണ്ടാണ് കേട്ടോ ഇത്രയും കുറച്ച് മുളക് ചേർത്തേക്കുന്നത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അധികം മുളക് പൊടി ചേർക്കാം. അതുപോലെ കുരുമുളകും അധികം ചേർക്കാം. പിന്നെ ഞാനിതിനകത്ത് ഇനി പച്ചമുളകൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് വേണം ഇതിൻ്റെ അകത്ത് മുളക് പൊടി ചേർക്കാനായിട്ട്. അതുപോലെ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ചേർത്തത് നല്ല എരിവുള്ള മുളക് പൊടി തന്നെയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് എണ്ണ തെളിയുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇതിൽ നിന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചേർത്തേക്കണ പൊടികളെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കൂന്തൽ ചേർക്കാം. കൂന്തൽ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുക കേട്ടോ. ഇത് 1/2 കിലോ കൂന്തലാണ്. അത് ഇതിലേക്ക് ഒഴിക്കാം. അതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതോടുകൂടി തന്നെയായിട്ട് ഒഴിച്ചത്. അതിനുശേഷം ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇത് വേകാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ. ഒരു 1/4 കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി ഇത് ഉപ്പ് ഞാൻ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം കേട്ടോ. ഇത് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ചെറുതായിട്ട് ഒരു ഗ്രേവി ഉണ്ട്, അത് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ചട്ടിയിലല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ഇങ്ങനെ ചീന്തി അരിഞ്ഞത് കേട്ടോ, അതും കൂടി ഇട്ട് കൊടുക്കാം. മുളകും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടെ ഒന്ന് ചൂടായതിന് ശേഷം സ്റ്റവ് അങ്ങോട്ട് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇതേപോലെ ആട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കൂന്തൽ റോസ്റ്റ് കണ്ടില്ലേ, എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.